തേക്കാനൊക്കെ പറ്റും, ആവിയൊക്കെ കയറ്റിയിട്ട് തേക്കാൻ പറ്റുന്ന നല്ലൊരു അയൺ ബോക്സാണ്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തൊരു ഗിഫ്റ്റ്, ഇത് കുറച്ച് വലുപ്പമുള്ളതാണ് കേട്ടോ. കറക്റ്റായിരുന്നു അതിൻ്റെ കവർ കേട്ടോ. കവർ ഊരാൻ തന്നെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഊരാൻ കുറച്ച് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിരുന്നു കവർ. അതാരം കൊണ്ട് കുറച്ച് ടൈം എടുത്ത് ഊരാൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിന്നർ സെറ്റായിരുന്നു കേട്ടോ. ഡിന്നർ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്ലേറ്റുകൾ, പിന്നെ 6 ഇങ്ങനെ സൂപ്പൊക്കെ കുടിക്കാൻ പറ്റുന്ന പോലത്തെ ബൗള്, പിന്നെ വലിയൊരു ബൗള്. അതാണ് നമുക്ക് കിട്ടിയ ഡിന്നർ സെറ്റിലുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ പൂക്കളും ഇലകളും ഒക്കെയാണ് പുറത്തുള്ള ഡിസൈനെങ്കിലും നമുക്ക് ഉള്ളിൽ കിട്ടിയത് ഒരു എന്താ പറയുക, ബാംബൂൻ്റെ ഒരു ഡിസൈൻ ഉള്ളതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ വേറെ ഡിന്നർ സെറ്റുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇതൊന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു. ഏട്ടയുടെ കൊളീഗ്സൊക്കെ തന്നതാണിത്. അപ്പോൾ ഒരുപാട് താങ്ക് യു. അപ്പോൾ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ അതിൽ വിളമ്പി കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരിക്കൽ സർവ് ചെയ്തു, ഓപ്പൺ ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം 6 പ്ലേറ്റും വലിയൊരു ബൗള്, അങ്ങനെ കുഞ്ഞു പ്ലേറ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ സ്കൂളിൽ ടീച്ചേഴ്സ് തന്നാണ് കേട്ടോ. ഇതാ സ്കൂൾ കാണാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്കെന്താ പറയുക, എനിക്ക് ഒരുപാട് ഇമോഷണലായി, ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ളൊരു ഗിഫ്റ്റാണിത്. നമ്മൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ എല്ലാവരും വിളക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തൊട്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് കൃഷ്ണ തോന്നുന്നു എന്ന്. അപ്പോൾ ഞാനിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള കൃഷ്ണനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ടീച്ചേഴ്സ്. പിന്നെ അടുത്ത ഗിഫ്റ്റിൽ എന്താണെന്ന് ഞാൻ ഇങ്ങനെ പേര് നോക്കായിരുന്നു. ഇതിൻ്റെ കവറിലായിരുന്നു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ബെസ്റ്റ് വിഷസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സെല്ലോയുടെ കപ്പുകളാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കപ്പല്ല, ഇനി എന്താ പറയുക, ഗ്ലാസ്സുകളാണ് കേട്ടോ. 6 ഗ്ലാസ്സുകളാണ്, സെല്ലോയുടെയാണ്. സെല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയാണ്. അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ 6 കപ്പുകളാണ് കിട്ടിയത്. കവറിലൊക്കെ ശരിക്കും നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റായിരുന്നു. ഇത് നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പും സോസറും ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പൊതുവേ കാണുന്ന അതേ ഡിസൈനുള്ള കപ്പും അതിൻ്റെ ഒപ്പം കിട്ടുന്ന സോസറാണ്. ഞാൻ അധികം എന്ന് വെച്ചാൽ കപ്പുകളും അങ്ങനത്തുള്ള സാധനങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പാത്രം കഴുകുമ്പോഴും അല്ലെങ്കിൽ താഴെ വീഴോ പൊട്ടോ എന്നൊക്കെ ഉള്ള നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. എന്നാലും താങ്ക് യു. പിന്നെ ഈ കിട്ടിയിരിക്കുന്ന എന്താണെന്ന് ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ, ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബ്ലൂ കളർ ഗിഫ്റ്റ് എന്നുകൊണ്ട് കമൻറ്റ് ചെയ്താൽ മതി. എന്താ സംഭവം എന്ന് എനിക്ക് ഒട്ടും പിടുത്തുണ്ടായില്ല. ഫ്രെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പൊളിച്ചത്. ഇത് ഫ്രെയിം തന്നെയായിരുന്നു കേട്ടോ. 3 ദൈവങ്ങളൊക്കെ ഉള്ള ഗണപതി, ഗുരുവായൂരപ്പൻ, ലക്ഷ്മി ദേവി, അങ്ങനെ 3 ദൈവങ്ങളുള്ള ഒരു ഫ്രെയിമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഫ്രെയിംസ് ഇത്തിരി കുറവാണ് കിട്ടിയത്, എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. സംഭവം കുറച്ച് കുപ്പി സാധനങ്ങളുടെയൊക്കെയാണ്. ഇതിൻ്റെ മുമ്പിൽ കൂടെ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു അടപ്പ് അവർ മിസ് ചെയ്തു തോന്നുന്നു. നമ്മൾ സാധാരണ ഈ ജ്യൂസ് ഗ്ലാസ് ഉണ്ടാവില്ലേ, ആ ടൈപ്പിൻ്റെ ചെറിയ വേർഷനുള്ള ജ്യൂസ് ഗ്ലാസ്സാണ്. അതിൻ്റെ ഒരു ജഗ്ഗും ഉണ്ടായിരുന്നു. അടുത്ത ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വിഷസ് കൂടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടയുടെ പാട്ട് സാറും പാട്ട് ടീച്ചറും കൂടെ തന്നിട്ടുള്ളതാണ്. ഈ ഗിഫ്റ്റ് വാച്ചായിരുന്നു കേട്ടോ. നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങി. വാച്ച് അന്ന് ദിവസം തന്നെ ആണി തൂക്കിയായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ വാച്ചില്ലാതെ എൻ്റെ അമ്മ ചോദിക്കുന്ന സമയം എത്രയായി, ആ ഫോൺ എവിടെയാണ് ചോദിച്ചുകൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ നമ്മൾ വാച്ച് അന്ന് തന്നെ തൂക്കിയായിരുന്നു കേട്ടോ. ബാറ്ററി ഇട്ട് കണ്ണൻ്റെ കളിപ്പാട്ടെന്ന് ബാറ്ററിയൊക്കെ എടുത്തിട്ട് അന്ന് തന്നെ തൂക്കിയായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇല്ലെങ്കിൽ ചിലതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ചില കവറിൽ നിന്നൊക്കെ നമുക്ക് പൈസകളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഓരോ ആൾക്കാർ തരുമ്പോൾ ഏതെങ്കിലുമൊക്കെ കവറിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഓരോന്നോരോന്ന് കിട്ടി. അപ്പോൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാ ഗിഫ്റ്റും നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം റിട്ടേൺ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മളിതൊക്കെ നോക്കി അറിഞ്ഞ് വേണം നമ്മൾ റിട്ടേൺ ചെയ്യാൻ. സോ റിട്ടേൺ ചെയ്യേണ്ട സമയം വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ കിട്ടിയത് അടുത്തതൊരു ക്യൂട്ട് വാച്ചാണ് കേട്ടോ. നമ്മൾ മറ്റേ ചട്ട കണ്ടപ്പോൾ, പുറന്തോട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു വുഡൻ ഷെയ്ഡായിരിക്കുന്നു. പക്ഷേ ഒരു സിൽവർ കളർ വാച്ചായിരുന്നു. ഗണപതിയുടെ തലയൊക്കെയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള വാച്ച്. നമ്മളിത് ഹാളിൽ തൂക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തത് കിട്ടിയത് ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ.
ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല, അവൻ ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അനുവിൻ്റെ അടുത്ത് പറയാൻ ഫോം ഷീറ്റാണ് തോന്നുന്നു, ആരെങ്കിലും പറ്റിച്ചോ കളിയാക്കിയോ എന്ന് വരെ ഞാൻ ചോദിച്ചു കേട്ടോ. പക്ഷെ നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒരൊറ്റ വലിപ്പിനെല്ലാം എല്ലാം ചീതി പറിച്ചെടുത്തു. നല്ലൊരു ഫ്രെയിമായിരുന്നു. ഫ്രെയിം എന്ന് വെച്ചാൽ നല്ലൊരു പിക്ചറുള്ള ഫ്രെയിമാണ്. പക്ഷേ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൂക്കിയിടാൻ പറ്റണില്ല. നമ്മുടെ ഇവിടെ അടുത്ത് പാടമായതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട്. കാറ്റത്ത് ഇത് പറന്നാണ് പോകുന്നത്. സോ ഇത് തൂക്കി വയ്ക്കാൻ പറ്റില്ല, നമ്മളൊരു സ്ഥലത്ത് ചാരി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ളൊരു ഫോട്ടോ ഫ്രെയിമായിരുന്നു കേട്ടോ. അടുത്തതും ഒരു ഫ്രെയിമാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേരൊക്കെ വായിച്ച് നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല കവറിങ്ങും പാക്കിംഗ് ആയിരുന്നു. നമുക്ക് പൊട്ടിക്കാൻ വലിയ മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ പൊട്ടിക്കണമല്ലോ, അങ്ങനെ പൊട്ടിച്ചു. പൊട്ടിച്ചും തീരുന്നില്ലാന്നേ, എന്താ ചെയ്യുക, നല്ല പാക്കിംഗ് ആയിരുന്നു. എല്ലാവിടെയും സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നല്ല ഭദ്രമായിട്ട് കൊണ്ടു തന്നു. അപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ചെറിയ ഗസ്സൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിം തന്നെയാണെന്ന് ഗസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ, ഏത് ടൈപ്പ്, എന്താ ഒന്നും അറിയില്ല. അത്യാവശ്യം സ്പീഡിലാട്ടോ വീഡിയോ ഒട്ടിക്കണേ. എന്നിട്ട് ഇത് സ്ലോ ആണെങ്കിൽ ഞാൻ എത്ര സ്ലോ ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. കാരണം എൻ്റെ ചാട്ടം കാണുമ്പോൾ അത് മനസ്സിലാവുണ്ടല്ലോ. നല്ല 3D ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. ആ പീലിയുടെ അവിടെയുള്ളതൊക്കെ എല്ലാം 3D ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 മയിലുകൾ ഇങ്ങനെ നല്ലൊരു സീനറി, മയിലുകളിങ്ങനെ നിന്നിട്ടുള്ള ഒരു സീനറി ആയിരുന്നു കേട്ടോ. അടുത്തത് ഏകദേശം ഫോട്ടോ ഫ്രെയിം പോലെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളിത് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. വേഗം പൊട്ടിച്ച് നോക്കാമായിരുന്നു. ഇതിനുള്ളിൽ പേരുണ്ടായിരുന്നു കേട്ടോ. പേരൊക്കെ എണ്ണിപ്പെറുക്കിയിട്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട്ടുപേരും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ എഴുത്തൊന്നും മര്യാദയ്ക്ക് എഴുതണേ എന്ന് എനിക്ക് പറയാനുള്ളൂ. വായിക്കാൻ പറ്റുന്നില്ലാന്നേ. ഒരു കൃഷ്ണനും രാധയും കൂടെ ഉള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് തരാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതൊഴിച്ചിട്ടുള്ളതൊക്കെ ഗിഫ്റ്റ് തന്നാൽ വളരെ ഉപകാരം എന്ന് ഞാൻ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ ഒരു കസിൻ ബ്രദർ തന്നതാട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മുകളിലൊരു ബെഡ്റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഒരു ബെഡ്റൂമിൽ വലിയ ബാത്റൂമാണുള്ളത്. അപ്പം നമ്മൾ അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് ക്യാബിനറ്റാണ്. നമുക്ക് മിറർ, പിന്നെ ഈ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന ക്യാബിനറ്റാണ്. ഇതിൻ്റെ റിയൽ നെയിം എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും മിറർ വിത്ത് ക്യാബിനറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഭവം ഫിക്സഡ് ആയിരുന്നു. കാരണം ഗ്ലാസ് ഉള്ളത് കൊണ്ട് അവർ നല്ല ഫിക്സഡ് ആയിട്ട് അത്രയും നീറ്റായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഫോം ഷീറ്റും ഒക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ അട്ട പൊട്ടിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എടുക്കാൻ. അങ്ങനെ നമ്മൾ വലിച്ച് പറിച്ച് പതുക്കെ എടുത്തു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബോക്സ് ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പും അതേപോലെ ഫ്രണ്ടിൽ ഗ്ലാസ്സും ആണ് ഉണ്ടായിരുന്നത്. കണ്ടോ എത്ര നല്ല പാക്കിംഗ് ആണെന്ന് മനസ്സിലായോ. കണ്ണാടിയും അതേപോലെ കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ടും നമ്മൾ അത്യാവശ്യം സമയമെടുത്തിട്ട് തന്നെയാണ് അൺബോക്സ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവർ പൊന്നുപോലെ കൊണ്ട് നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കണം. ഓൾറെഡി ഗിഫ്റ്റ് കണ്ട് എല്ലായിടത്തും മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറ്റാതിരുന്നു, ദൈവാനുഗ്രഹം. പിന്നെ ഫാം ഷീറ്റൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ധൈര്യം അതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനമായിരുന്നു. ഇതേ കണ്ടോ, എല്ലാവരും എൻ്റെ ബ്രദർ ആ വീഡിയോ എടുക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന. ഞാൻ എന്തൊക്കെ വെക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ്, അങ്ങനെ എന്ന് വെച്ചാൽ കുളിക്കുന്ന സമയത്തൊക്കെ വേണ്ടത്, ബ്രഷ് തൂക്കാൻ പറ്റുന്ന സ്ഥലം, പിന്നെ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ ആണിയും സാധനങ്ങൾ, നമ്മൾ തൂക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതേ വീഡിയോ എടുക്കുന്ന ആൾക്കാരൊക്കെ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് അതിന് വീഡിയോയിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ കൊന്നേനെ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നൈബർ തന്നതാണ്. ഇത്ര നേരം കിട്ടാത്തൊരു ഗിഫ്റ്റാണിത്. ഉരുളിയായിരുന്നു ഇത്. നമുക്ക് എന്താ പറയുക, ഇൻഡക്ഷനിലും വെക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഫാമിലി മെമ്പർ തന്നതാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചാക്സൻ്റെ പ്രഷർ റൈസ് കുക്കറും അതേപോലെ അതിൻ്റെ ഉള്ളിൽ അലുമിനിയത്തിൻ്റെ പാത്രം, അടപ്പും, പിന്നെ അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കാരണം അവരുടെ മുമ്പിൽ വെച്ചിട്ടല്ല, എല്ലാം അൺബോക്സ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അടപ്പും ഇല്ലെങ്കിൽ ആ ഡപ്പിങ് ഒന്നും കാണാനില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു റിലേറ്റീവാണ് അടുത്തൊരു നിലവിളക്ക് തന്നത് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിളക്കുകൾ 3 എണ്ണമായി കിട്ടി. താങ്ക് യു. സെയിം ഫാമിലി മെമ്പേഴ്സിൽ നിന്നും മറ്റൊരു ഗിഫ്റ്റാണ് ഈ കാണുന്ന അയൺ ബോക്സ്. ക്രോംപ്ടൻ്റെ അയൺ ബോക്സാണ്. നല്ല ബ്ലാക്ക്, അല്ലെങ്കിൽ ഡൾ ബ്ലാക്ക് ആൻഡ് ബ്രൗൺ സ്ട്രിപ്പൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള കളറായിരുന്നു കേട്ടോ. നേരത്തെ കിട്ടിയത് നമുക്ക് ഫിലിപ്സിൻ്റെ ആണ്. ഇത് ക്രോംപ്ടൻ്റെ മറ്റൊരു അയൺ ബോക്സ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ.
ഈ ഗിഫ്റ്റ് തന്നത് എൻ്റെ കസിൻ ചേച്ചിയാണ് കേട്ടോ. എന്നോട് അപ്പം തന്നെ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒട്ടും മടിച്ചില്ല, ഞാൻ അപ്പം തന്നെ തുറന്നു നോക്കി. സിൽവറിൻ്റെ ഗജലക്ഷ്മി വിളക്കായിരുന്നു കേട്ടോ. ഒരുപാട് താങ്ക്സ് ചേച്ചി. എനിക്ക് ഒത്തിരി ഇത് നമ്മുടെ ഒരു കസിൻ ബ്രദർ തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. സംഭവം നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അൺബോക്സ് ചെയ്യുന്നത് നമ്മളെന്നല്ല, കണ്ണനും അതേപോലെ കണ്ണൻ്റെ പ്രായമുള്ളൊരു മോളും കൂടെയാണ്. രണ്ടുപേരും കൂടി പിടിച്ച് വലിച്ച് പെറിച്ച് അത് മഹാസംഭവമാക്കി തുറക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവർ രണ്ടുപേരുടെ പിടിയും വലിയൊക്കെ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടോ. പെൻഡലം ഉള്ളൊരു വാച്ചാണ് കിട്ടിയത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കിള് റിയലി സോറി, ഞാൻ അവസാനം കൊണ്ടുപോയിട്ടതിൽ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമുക്കിതൊരു ഹോട്ട് ബോക്സ് ആണ് കേട്ടോ കിട്ടിയത്. നല്ല ക്യൂട്ടായിട്ടുള്ള വൈറ്റ് ആൻഡ് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഹോട്ട് ബോക്സ് ആയിരുന്നു. നല്ല വട്ടമുണ്ട്. അതേപോലെ നമ്മൾ ഇഡ്ഡലിയും ചപ്പാത്തിയും ദോശയൊക്കെ നല്ല എന്താ പറയുക തുറന്ന് വയ്ക്കാം, മടക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല പരപ്പുള്ള ഒരു ഹോട്ട് ബോക്സ് ആണ്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല. അതാരം കൊണ്ട് ഞാൻ വിചാരിച്ചൊരു എൻഡിങ് വീഡിയോ എന്തായാലും വേണമെന്ന്. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീടിനെ കുറിച്ചൊക്കെ പിന്നീട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഒരു ഹോം ടൂറായിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇഷ്ടമായോ, എന്താണ് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന, എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും അറിയുന്ന രീതിക്കൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ തോന്നുന്നതും. അതേപോലെ എന്താ പറയുക, എൻ്റെ കസിൻ ചേച്ചീസും ഫാമിലി കുറേ പേര് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പേര് എന്നെ ഡീമോട്ടിവേറ്റും ചെയ്യുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ലേ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല ഇഷ്ടമാണ്. വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും നല്ല ഇഷ്ടമാണ്. ആ ഒരു ടൈമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലേ? ഏതോ സിനിമയിൽ ഈ ഡയലോഗ് ഉണ്ട്, എന്നാലും ഞാൻ പറയാം, എനിക്ക് ആ ഡയലോഗ് അങ്ങ് ഞാൻ വാങ്ങിച്ചു, കടമെടുത്തു. ഓക്കെ, ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. എൻ്റെ പോരായ്മകളെല്ലാം ക്ഷമിച്ച് ഈ വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറായിട്ട് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ പറയാം. അപ്പോൾ ബൈ.